ഒന്നുമില്ലേ? വഴി കിടന്നു കേട്ടോ. നമ്മൾ എന്താണ് പഠിച്ചത്? Good afternoon, miss. Good afternoon. ഇല്ലല്ലോ, ഫുഡ് കഴിക്കാതെ വിശക്കണില്ലേ? എന്താ എന്താ പറ്റിയ? 2 ദിവസമായിട്ട് ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഒന്നുമില്ലേ? ക്ലാസ്സിൽ ഫുൾ ടൈം ഉറക്കമാണ്, ഭയങ്കര പ്രശ്നമായിട്ട് എന്തെങ്കിലും പൈസ ടീച്ചറോട് പറയാം. ടീച്ചർ ആരോടും പറയുമല്ലോ. ഒന്നുമില്ലേ? പിന്നെ എന്താ പൈസ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ? ഒന്നുമില്ലേ? ടീച്ചറോട് പറഞ്ഞോട്ടെ പൈസ. ഹലോ, ഫൈസലിൻ്റെ ഉമ്മച്ചിയാണോ? ഞാൻ ഫൈസലിൻ്റെ ടീച്ചറാണ് സ്കൂളിൽ നിന്ന്. എൻ്റെ പേര് ടിൻസി, ഞാൻ ഫൈസലിൻ്റെ ക്ലാസ് ടീച്ചറാണ്. ഫൈസൽ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. ചോദിച്ചിട്ടൊന്നും പറയണമെന്നില്ല, ലഞ്ച് കൊടുത്തു വിടണമെന്നും കഴിക്കുന്നില്ല, എന്ത് ചോദിച്ചിട്ടും ഫൈസൽ പറയണില്ല. അപ്പോൾ ഫൈസലിൻ്റെ ഉമ്മച്ചി ഫ്രീ ആകുമ്പോൾ ഒന്ന് സ്കൂളിലേക്ക് വരുമോ? ഓക്കെ, നാളെ ഞാനിവിടെ ഉണ്ടാകും. ഓക്കെ, സ്റ്റാഫ് റൂമിൽ വന്നാൽ മതിയാവും. ഓക്കെ, ശരി. ഹലോ ടീച്ചറേ. ടീച്ചറെ എന്ത് പറ്റി? ഒന്നുമില്ല ടീച്ചറെ. പനിയുണ്ടോ? സുഖമില്ല? ഓക്കെയാണ്. എന്താ ക്ഷീണം പോലെ? നമ്മുടെ ഫൈസലില്ലേ ടീച്ചറെ? ടീച്ചർ പറഞ്ഞാൽ മതി. ഇന്ന് ഫൈസലിൻ്റെ ഉമ്മച്ചി വന്നിരുന്നു, ഞാൻ വിളിപ്പിച്ചായിരുന്നു. ഫൈസൽ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. നല്ല സ്മാർട്ട് ബോയ് ആയിരുന്നു. ഞാൻ ശ്രദ്ധിച്ചോളൊന്നും ഞാനിപ്പോൾ ഫൈസലിനോട് ചോദിച്ചു, ഫൈസലൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മച്ചീനെ വിളിപ്പിച്ചിരുന്നു. ടീച്ചറെ എന്തൊക്കെയാണ് നടക്കണേ? ആകെ ടെൻഷനായി. എക്സ്ക്യൂസ് മീ, ടിൻസി മിസ്. മിസ് കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചായിരുന്നു. ഫൈസലിൻ്റെ വിളിച്ചാണ്. എന്തിനാ മിസ് വിളിച്ചത്? ഫൈസലിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു. ഫൈസലിന് എന്താ പറ്റിയ? ക്ലാസ്സിലൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്ന നല്ല ആക്റ്റീവായ കുട്ടിയായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ ഭയങ്കര സൈലൻ്റാണ്, പഠിക്കാനും പിന്നോട്ടായി. പുറത്തിരുന്ന് സംസാരിച്ചോ? പണ്ട് അവൻ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന ടിൻസി മിസ്സിനെ പറ്റിയായിരുന്നു. എനിക്ക് പക്ഷെ ഇപ്പോൾ ആരെയും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മിസ്സിനോട് പുറത്തേക്ക് വരണമെന്ന് പറയാൻ. അവനിപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും അല്ല മിസ്സേ, എന്നോട് തന്നെ ഒന്നും മിണ്ടാറില്ല. ക്ലാസ്സിലും അതെ, ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഒരുപാട് ചോദിച്ചു, ക്ലാസ്സിലൊന്നും പറയണില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് അവൻ്റെ റാപ്പ് മരിച്ചതുകൊണ്ട് അതിൽ നിന്ന് അവൻ വിട്ട് മാറാൻ പറ്റാത്തതായിരുന്നു. പക്ഷേ ഇത്ര കൊല്ലങ്ങളായിട്ടും അവൻ ഈ അടുത്താണ് കുറേയും കൂടി എന്താ പറയുക, ഒന്നും മിണ്ടണമില്ല, റൂമിലിരിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് ഭയങ്കര പേടി പോലെയൊക്കെ കാണിക്കുക. ഞാനിങ്ങനെ കുറേ അവരോട് സംസാരിക്കാൻ നോക്കി, കുറേ ഒന്നും അവൻ പറയണ്ടായില്ല. ഈ അടുത്താണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. പക്ഷെ അത് മിസ്സിനോട് എനിക്ക് എങ്ങനെ പറയണമെന്ന് പോലും അറിയാൻ പാടില്ല. അറിയില്ലേ, അറിയാനൊരു കാര്യം പറയാം. എന്താണെങ്കിലും നമുക്ക് ഫൈസലിനെ രക്ഷിക്കണ്ടേ? ഞാനത് മിസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയില്ല. അവൻ്റെ വാക്ക് മരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് വളരെയധികം സമ്മർദ്ദം ഉണ്ടായി. രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ള ഫൈസലിൻ്റെ വാപ്പാനെ ഞാൻ കല്യാണം കഴിച്ചത്. ആദ്യമൊക്കെ അവനും വാപ്പയും നല്ല കമ്പനിയായിരുന്നു. പക്ഷെ കുറച്ചായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഫൈസലിനെ അവൻ ഒരു മകനെ പോലെയല്ല കാണുന്നത്. എനിക്ക് മിസ്സിനോട് പറയാൻ പോലും പറ്റുന്നില്ല. അറിയില്ലേ ഫൈസലിൻ്റെ ഉമ്മച്ചി? എന്നാണെങ്കിലും നമുക്ക് പ്രതിവിധി കണ്ടെത്താം. ഇനിയിപ്പോൾ മിസ് മാത്രമേ സഹായിക്കാനുള്ളൂ. എനിക്ക് എൻ്റെ വീട്ടുകാരോട് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ മോനെ എനിക്ക് തിരിച്ചു വേണം. അവൻ എനിക്ക് പഴയതുപോലെ വേണം. ഞാനിത് എവിടെ വേണമെങ്കിലും വന്ന് പറഞ്ഞോളാം. ഇതിനു വേണ്ടി തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. മിസ് എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. ഫൈസലിൻ്റെ ഉമ്മച്ചിക്ക് അറിയണ്ട, നമുക്ക് നമ്മുടെ പഴയ ഫൈസലിനെ തിരിച്ചു കൊണ്ടുവരാം. നമുക്ക് ആ ദുഷ്ടനെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം. വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേട്ടപ്പോൾ എനിക്കും വിശ്വസിക്കാൻ പറ്റണ്ടായില്ല ടീച്ചറെ. ആ അമ്മച്ചി എൻ്റെ അടുത്ത് വന്നൊന്നും കരയായിരുന്നു. അവരെ സഹായിക്കാൻ ആരുമില്ല. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒരേ അവസ്ഥയാണല്ലോ. രണ്ടുപേരെയും ഒരേപോലെ നമ്മൾ സൂക്ഷിക്കണം. ഞാൻ എന്തായാലും പ്രിൻസിപ്പളിനെ അറിയിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൾ ഉടനെ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫൈസലിന് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണം. നമുക്ക് നമ്മുടെ പഴയ ഫൈസലിനെ തിരിച്ചു കൊണ്ടുവരാം. അതെ, ആ കുട്ടി വല്ലാണ്ട് തകർന്നു പോയിട്ടുണ്ട്. അതെ, ആ കുട്ടി എനിക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുത്താലാണ് ഇതിനെല്ലാം ശരിയാകുള്ളൂ. എല്ലാവരും
പറയും എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച് എല്ലാം. ഗുഡ് ടച്ച് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പ്രൈവറ്റ് എല്ലാവരും സ്ഥലത്തേക്ക് നമ്മുടെ സ്നേഹത്തോടെ നമ്മൾ ടച്ച് ചെയ്യുന്നത് ഗുഡ് ടച്ച് ആണ്. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് പാർട്സിലോ അല്ലാത്ത സ്ഥലങ്ങളോ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിലായി ടച്ച് ചെയ്താൽ എന്താണ്? ബാഡ് ടച്ച് ആണ്. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് അവരോട്? എന്താ പറയണ്ടേ? നോ പറയണം അല്ലേ? നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്നാകാം, മേബി നമ്മുടെ നൈബേഴ്സ് ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ കസിൻ ബ്രദേഴ്സോ കസിൻ സിസ്റ്റേഴ്സ്, അങ്ങനെ ചിലവരെ നമ്മൾ അങ്ങനെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കും ഇല്ലേ? നമുക്ക് അവർ നമ്മളോട് പറയും അങ്ങനെ ടച്ച് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം ബിഹേവ് ചെയ്തോ ആരോടും പറയരുത്. പറഞ്ഞാൽ എന്താണ് അല്ലെ? നമ്മുടെ പാരന്റ്സിനെ കൊല്ലുന്നോ അല്ലെങ്കിൽ നമുക്കുള്ള കൊല്ലുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും ഇല്ലേ? ചിലപ്പോൾ അങ്ങനെ നമ്മുടെ ചിലർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പേടിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അങ്ങനെ ആരോടും പറയാൻ പറ്റാതെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നമ്പർ ആണോ? ഈ നമ്പർ എന്താണെന്നറിയോ? ഇതാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. എന്താണ്? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫോൺ വിളിക്കാനൊക്കെ അറിയാവുന്നവരല്ലേ? ക്ലാസ്സിൽ എല്ലാവർക്കും ഫോൺ വിളിക്കാനൊക്കെ അറിയാവുന്നവരാണ്. അപ്പൊ ഈ നമ്പറിലേക്ക് ഡയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് സഹായം ചെയ്ത് തരും. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനും നമ്മളെ ശല്യപ്പെടുന്നവർ നമ്മൾ ഭീഷണിപ്പെടുകയൊക്കെ ചെയ്യുമല്ലോ. നമുക്ക് പേടിച്ചിട്ട് ആരോട് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള ബിഹേവിയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായ ആരോട് പറയാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ നമ്പറിലേക്ക് വിളിക്കാം. നമുക്ക് ടീച്ചറോട് പറയാൻ പറ്റില്ലായിരിക്കും അല്ലെ? അല്ലെങ്കിൽ പാരന്റ്സിനോട് പാരന്റ്സിന് വിചാരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്പറിലേക്ക് വിളിക്കാം. നമ്പർ എന്താണെന്ന് നോക്കി പറഞ്ഞേ. എല്ലാവരും ഒത്തോട്ട് പോയി നമ്പർ. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥിക്ക് നേരെ രണ്ടാനച്ഛന്റെ ക്രൂരപീഡനം. അധ്യാപകരുടെ ഇടപെടൽ മൂലം പ്രതി അറസ്റ്റിൽ.